ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ എല്ലാ മുറിയുടെയും ജനലുകളും വാതിലും എല്ലാം ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ക്ലീനിങ് ആണ് കേട്ടോ. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. ക്ലീൻ ചെയ്യാറുണ്ട്, തുടക്കലും അടിക്കലും തുടക്കലൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ജനലും അതുപോലെ വാതിലിലും മാറാമ്പലൊക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ അത് എല്ലാ മുറിയുടെയും ജനലുകളെല്ലാം തുറന്നിട്ടു. വാതിലും മുൻവശത്തെ വാതിലും അതേപോലെ തന്നെ അടുക്കളയുടെ വാതിലും ഒക്കെ തുറന്നിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിൻ്റെ ജനലാണ്, കിച്ചൺ ആണ് കേട്ടോ. പിന്നെ ഇതടുത്ത് നമ്മുടെ വർക്ക് ഏരിയ, പുറത്തെ അടുക്കളയുടെ സൈഡിലൊരു മുറിയുണ്ട്. നമ്മുടെ ബാത്റൂമിൻ്റെ ഒക്കെ അടുത്തായിട്ട് അതിൻ്റെയും ജനലുകളെല്ലാം തുറന്നിട്ടു. പിന്നെ നമ്മുടെ പുറത്തത്തെ അടുക്കള 3 ജനലുണ്ട് കേട്ടോ, അതും തുറന്നിട്ടു. ഓണത്തിന് മുമ്പായിട്ട് ഞാൻ ഈ ജനലുകളും വാതിലുകളും എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് അങ്ങനെ വാതിലുകളൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ മുറ്റവും അടിക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ എല്ലാ വശവും അടിക്കണം. അപ്പോൾ ഇവിടെ പുല്ല് പറിക്കുന്നതോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ കുറേശ്ശെയൊക്കെ മുറ്റടിക്കാൻ നേരത്ത് കുറേശ്ശെയൊക്കെ പറിച്ച് കളയും കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ കുറച്ച് പുല്ലുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അടിച്ചിടുവാണ്. എല്ലാ ദിവസവും 4 സൈഡല്ല 3 സൈഡും അടിക്കാറുണ്ട് കേട്ടോ. അടുക്കള വശത്ത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉണ്ടാവും, വെള്ളം കെട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അവിടെ അടിക്കാൻ പറ്റാറില്ല. അവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അത് ഇനി പറിച്ച് കളയാൻ സമയം കിട്ടുമ്പോൾ അതൊക്കെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ മുറ്റടിച്ച് കളയുവാണ്. ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ പുല്ല് പറിച്ച് കളയും തോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പുല്ലിങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ മുറ്റടിക്കാൻ നേരത്ത് അതൊക്കെ പറിച്ച് കളയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ച പിടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ എനിക്കിത് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റിങ്ങിനും ഒന്നിനും സമയം കിട്ടിയില്ല. പിറ്റേ ദിവസം ശ്രീകൃഷ്ണജയന്തി ആയിരുന്നല്ലോ, അപ്പോൾ അന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയമായി. കഴിഞ്ഞ ശനിയാഴ്ച പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് പീലിമോൾക്കും അംഗനവാടി പോകണ്ട. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. കുഞ്ഞാവ് എഴുന്നേറ്റിട്ടില്ല, പീലിമോൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇതേ ഫ്രണ്ടിൽ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് വശമുണ്ട് കേട്ടോ, ഫ്രണ്ട് വശം. അത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അടിക്കാറുണ്ട്. അപ്പോൾ ഇതേ അവിടെയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ പുറത്തൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി വീടിൻ്റെ പടിഞ്ഞാറ് വശം അടിക്കണം. ആ പടിഞ്ഞാറ് വശം കുറച്ച് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും സമയം കിട്ടുമ്പോൾ ഒന്ന് പറിച്ച് കളയണം. എല്ലാ ദിവസവും അടിക്കുന്നത് ഞാൻ ഇവിടം വരെ അടിക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തേക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ അടിക്കാറുള്ളൂ. അവിടെയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്, എന്ന് വെച്ചാൽ പടിഞ്ഞാറ് വശം. അപ്പം അങ്ങനെ അത് അവിടെയും അടിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും പീലിമോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. പീലിമോൾ എഴുന്നേറ്റ് കാപ്പി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കണത്. അപ്പം ഞാൻ എന്നെ അകത്ത് കാണാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതേ മുറ്റടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയിടണം. പിന്നെ കുറച്ച് ചെടികളുണ്ട്, അതൊന്ന് നനക്കണം. അപ്പോൾ പീലിമോൾ അവിടെ ഇരുത്തിയിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പീലിമോൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ വെള്ളം ഞാനെടുത്ത് കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേടിപ്പിച്ച് ഇരുത്തിയേക്കുവാണ്. അപ്പോൾ അതേ ഒന്ന് മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഒന്ന് തളിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മൾ മുറ്റമടിച്ച് കഴിഞ്ഞാൽ ചാണകം വെള്ളം കൊണ്ട് മുറ്റം തളിക്കണം എന്നായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അതേ എൻ്റെ ഒരു തക്കാളി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ കുറച്ച് ഒരു 3-4 വഴുതനങ്ങ നട്ടിട്ടുണ്ട് കേട്ടോ. അതിനും വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇത് അടുക്കളയുടെ സൈഡാണ് കേട്ടോ, അവിടെയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട്. പിന്നെ പീലിമോൾക്ക് ചായ ഞാൻ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബോട്ടിലാക്കി കൊടുക്കുവാണ്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച് കുറച്ച് നേരം കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുവാവയും ഇന്നലെ പീലിമോളും കുഞ്ഞുവാവയും എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കിടന്നത്. അപ്പോൾ കുഞ്ഞുവാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവാവക്കും ചായ എടുത്തു കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ചായയും കുടിച്ചുകൊണ്ട് കിടക്കുവാണ്ട് കുറച്ച് നേരം അവരുടെ കിടന്നു. പിന്നെ ഞാൻ മോനെ കിടത്തിയിട്ടും എൻ്റെ പണിയിലേക്ക് പോന്നു കേട്ടോ. ആദ്യം തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അടുക്കളയുടെ ജനലിൻ്റെ ആഴികളെല്ലാം ഒന്ന് നല്ലപോലെ മാറാമ്പലൊക്കെ അടിച്ച് കളഞ്ഞു. പിന്നെ പൊടിയൊക്കെ വീണ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ പീലിമോൾ ഇവിടെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ അടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചു. ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അതവിടെ നിന്ന് തിളക്കട്ടെ, അത് നോക്കിക്കോളും. അപ്പോഴേക്കും ഇനി നമ്മുടെ ഹോളിലെ ജനലിൻ്റെ ജനൽ കർട്ടനില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് വാഷ് ചെയ്യാനായിട്ട് ഇടാൻ പോവാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഓർക്കുന്നുണ്ട് കേട്ടോ, ഇത് വാഷ് ചെയ്യണമെന്ന് എനിക്ക് സമയം കിട്ടാറുണ്ടായില്ല. അപ്പോൾ കർട്ടനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജനലഴിയൊക്കെ ഒന്ന് അടിച്ച് ഇടുന്നുണ്ട് കേട്ടോ. പീലിമോൾ കൂടെ തന്നെ പീലിമോളും കുഞ്ഞുവാവയുണ്ട്, രണ്ടുപേരും കൂടെ തന്നെ നടക്കുവാണ്. അങ്ങനെ രണ്ട് സൈഡിലെ ജനലിൻ്റെ കർട്ടൻ മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, ബെഡ്റൂമിൻ്റെ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ജനലഴിയെല്ലാം ഒന്ന് അടിച്ച് മാറാമ്പലൊക്കെ അടിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഞാൻ ചൂല് വെച്ച ഉടനെ രണ്ടുപേരിൽ ഒരാൾ ആരെങ്കിലും എടുക്കും. അങ്ങനെ എല്ലായിടത്തും മാറാമ്പലൊക്കെ അടിച്ചു. ഹോളിലെ ജനലിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ, അടിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ആ ഹോളും കൂടെ ഒന്ന് അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ചെയർ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചെയർ ഒറ്റക്കൊറ്റക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കയറി അതിലിരിക്കും കേട്ടോ. പീലിമോള് കയറി നിന്നാൽ കുഴപ്പമില്ല, കുഞ്ഞുവാവ് കയറി നിന്ന് ചിലപ്പോൾ മറിഞ്ഞ് വീഴുമെന്നുള്ള പേടി. കാരണം അവളിങ്ങനെ പിടിച്ച് കയറി ഉടനെ പുറകോട്ട് മറിയും കേട്ടോ. അങ്ങനെ ഹോളിലെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോന്നു. അടുക്കളയുടെ സ്ലാബിൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ചിട്ട് എല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. മോൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്കെല്ലാം ഇറക്കി വെച്ചിട്ട് ചോറിനുള്ള അരി ഇടാനായിട്ട് കുക്കറിൽ വെള്ളം നിറച്ച് അതും വെച്ചു. പിന്നെയും അടിക്കാനായിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുറത്തത്തെ അടുക്കളയുടെ ആ സൈഡിലുള്ള ആ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയും ഒന്ന് തുടച്ചു. ഇത് അടുക്കളയുടെ ജനലഴിയൊക്കെ അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അടുക്കളയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് വാരിയിലെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വരും, അമ്മാമ്മയെ ഞാൻ കൊണ്ടുപോയി കളയാമെന്നും പറഞ്ഞിട്ട്. അതിനാട്ടോ രണ്ടുപേരും നോക്കി നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് പോന്നു. അപ്പോൾ നമ്മുടെ പാത്രങ്ങൾ ഇന്നലെ രാത്രി തേച്ച് കഴുകി വെച്ചതാണ്. അതൊക്കെ പാത്രം ഉണക്കാൻ വെക്കുന്ന അതിൽ നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അരി ഇടാൻ പോവാണ്. അരി മുറത്തിലേക്ക് എടുത്തപ്പോഴേക്കും പീലിമോൾ ഓടി വന്നു കേട്ടോ. അരി കണ്ടിട്ടുണ്ടെങ്കിൽ അരി കളിക്കണം, അങ്ങനെയാണ്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളുമല്ലോ, അപ്പോഴേക്കും എനിക്ക് ബാക്കി പണി ചെയ്യാം. അങ്ങനെ അരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇന്നലെ രാത്രി ഞാൻ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് കളയാറില്ല, അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ. പിന്നെ ഞാനും പല്ല് തേച്ചു, പീലിമോളയും കുഞ്ഞുവാവനെയൊക്കെ പല്ല് തേപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, മീൻ കറിയാണ്. അപ്പോൾ അത് ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും, ഞാനും കുഞ്ഞുവാവയും പീലിമോളും ഒക്കെ കൂടി ഇന്ന് കട്ടൻ ചായ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കർട്ടനില്ലേ അത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൈയോടെ തന്നെ കഴുകിയിടാൻ പോവുകയാണ്.
അത് കഴുകിയിട്ടുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടില്ല. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ ഈ കർട്ടൻ ഒന്ന് പെട്ടെന്ന് ഊരി പിഴിഞ്ഞെടുത്തിട്ട് അലക്കാനുള്ള തുണിയും കൂടി മുക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ ഉണങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള തുണികൾ അലക്കി കഴിഞ്ഞാൽ വിരിക്കാനായിട്ട്. ഒരഴേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കർട്ടൻ കൊണ്ടുപോയി വിരിച്ചിടുവാണ്. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ടുപോയി വിരിച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അരി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ചോറ് വാർത്തിടുവാണ്. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. പിന്നെ ഇതേ രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഗോതമ്പ് പൊടി മാത്രമല്ല, ഗോതമ്പ് പൊടിയും കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു, മൈദപ്പൊടിയും പിന്നെ കുറച്ച് കടലമാവും കൂടി ചേർത്ത് 3 പൊടികളും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ അങ്ങനെ ഇത് ദോശയൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ ദോശ ചുട്ടെടുത്തിട്ട് കുഞ്ഞുവാവക്കും പീലിമോൾക്കും മീൻകറിയും കൂട്ടി കൊടുക്കുവാണ്. പഞ്ചസാരയും കൂട്ടി കൊടുക്കുവാണ്. എനിക്ക് മീൻകറി എടുത്തു കേട്ടോ. അപ്പോൾ അത് പീലിമോൾ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുന്നുണ്ട്. പീലിമോൾ ആ കയ്യിലെടുത്ത് എന്തിനാണെന്നറിയാമോ കഴിക്കാമെന്ന് പറഞ്ഞത്? പഞ്ചസാരയല്ലേ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര കഴിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞത്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ദോശ ഉണ്ടാക്കിയ മാവ് കുഴച്ച പാത്രവും പിന്നെ നമ്മുടെ കുക്കറും എല്ലാം ഒന്ന് തേച്ച് കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ അലക്കാനായിട്ട് പോകുന്നു കേട്ടോ. വെയിലുണ്ട്, അപ്പോൾ അലക്കി ഇടുവാണെങ്കിൽ കുറച്ചൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഇതേ അലക്കി ഊരിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ തുണികളെല്ലാം മഴയിൽ ഇടും. പിന്നെ ബാക്കിയുള്ളത് ഇത് ഈ ഗേറ്റിൽ കൊണ്ടുവന്നിടും കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഗേറ്റിലാണ് കേട്ടോ ഇടാറ്. ഈ സമയമാകുമ്പോഴേക്കും അവിടെ നല്ല വെയിലുണ്ടാവും. ഒരു 12 മണി വരെയൊക്കെ ഗേറ്റിന്മേൽ നല്ല വെയിലുണ്ടാവും കേട്ടോ, ഗേറ്റിൻ്റെ ആ സൈഡിൽ. അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കുഞ്ഞുങ്ങളുടെ തുണി എന്നല്ല, കുഞ്ഞുങ്ങളുടെ തുണി മാത്രമേ ഇതിൽ വിരിക്കാറുള്ളൂ കേട്ടോ. ഫ്രണ്ട് വശമല്ലേ, അപ്പോൾ ബാക്കിയുള്ള വലിയ തുണികളൊന്നും വിരിക്കാറില്ല. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് തുണി ഇതേ സ്റ്റാൻഡിൽ മടക്കാണ്ടായിരുന്നു, അത് മടക്കി വെച്ചു. അതെല്ലാം കൊണ്ട് ഓരോരുത്തരുടെ സെപ്പറേറ്റ് മാറ്റി കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോഴേക്കും കർട്ടൻ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കർട്ടനും കൂടി ഒന്ന് വിരിച്ചിട്ടു, അതായത് കർട്ടൻ ഇട്ടു. പിന്നെ അതെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ. ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കണ്ടേ. അപ്പം മീൻകറി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ പകുതി എടുത്ത് ഫ്രൈ ചെയ്യും, പിന്നെ പകുതി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചമ്മന്തിക്കുള്ള ചെമ്മീൻ കഴുകി വാരി അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ടോ. തേങ്ങയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി, ഉപ്പല്ല മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചു. ഒരു രണ്ട് കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ വറുക്കാനുള്ളത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതേ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അരച്ചെടുക്കുവാണ് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചത്തേക്കുള്ള കറിയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ചമ്മന്തിയും ചെമ്മീൻ ഫ്രൈയും തലേ ദിവസത്തെ മീൻ കറി. അപ്പോൾ അതേ ചെമ്മീൻ ചമ്മന്തി പീലിമോൾക്ക് ഇഷ്ടമായി കേട്ടോ. ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് അവൾ വരും. എരിവുള്ള കറി എന്താണെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ അവൾ വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രം കൂടി, അതെ ചെമ്മീനൊക്കെ വറുത്ത ആ പാത്രം കൂടി കഴുകി വെച്ചു. പിന്നെ ഇതേ ഞങ്ങൾ ഊണഴിക്കാൻ പോവാണ്. അങ്ങനെ ഉച്ചത്തെ ഊണ് തലേ ദിവസത്തെ മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ ചമ്മന്തിയും എല്ലാം കൂടി ഊണ് കഴിക്കുകയാണ് കേട്ടോ. കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങിപ്പോയി. പീലിമോള് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അവൾ അംഗനവാടി പോയാലും ഒറ്റയ്ക്കിരുന്ന് കഴിക്കലാണ് കേട്ടോ. അതേപോലെ വീട്ടിലിരുന്ന് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.